വസിച്ചാൽ അവൻ നമ്മിലും വസിക്കും. തായ്തണ്ടോടു ചേർന്നു നിൽക്കും ശാഖകൾ പോലെ നൽഫലങ്ങളേകും നാം അബൈഡേഴ്സ്. ദൈവത്തിൽ പ്രത്യാശ അബൈഡേഴ്സ്. സഭയുടെ സമ്പത്ത് അബൈഡേഴ്സ്. ലോകത്തിൻ രക്ഷകർ അബൈഡേഴ്സ്. യേശുവിനായി ഉണരാം, ചിന്തിക്കാം, യേശുവിനായി ജീവിതമേകിടാം, യേശുവിൽ പ്രാർത്ഥനയാൽ പ്രവൃത്തികൾ നൽകാം. യേശുവിനായി ഉണരാം, ചിന്തിക്കാം, യേശുവിനായി ജീവിതമേകിടാം, യേശുവിൽ പ്രാർത്ഥനയാൽ പ്രവൃത്തികൾ നൽകാം. കൊച്ചിത്രേസ്യ കേവലം 14 വയസ്സുള്ളപ്പം കുർബാന കഴിഞ്ഞ് വീട്ടിലോട്ട് വന്നപ്പം നാട്ടുവർത്താനം കേട്ടു. എന്താണെന്നറിയാമോ? ഫ്രാൻസിനി എന്ന് പറയുന്നൊരു കൊടും കുറ്റവാളിയെ തൂക്കിക്കൊല്ലാൻ വിധിച്ചിരിക്കുന്നു. 12 വയസ്സുള്ള ഒരു പിഞ്ച് ബാലികയടക്കം കൊല ചെയ്ത ആളാണ്. അവനെ കുംസാരിപ്പിക്കാൻ, അവനെ ഒരുക്കാൻ വേണ്ടിയിട്ട് ചെന്ന അച്ഛനെ അവൻ അടി കൊടുത്തു, ചീത്ത പറഞ്ഞ് ഓടിച്ച്. അനുതാപമില്ല അവന്. ഇത് കേട്ട കൊച്ചിത്രേസ്യയുടെ ചങ്ക് പിടച്ചു. കൊച്ചിത്രേസ്യ എന്ത് ചെയ്യുന്നറിയാമോ? അവൾ എന്നെല്ലാം ബലിയർപ്പിക്കാൻ പോയിട്ടുണ്ടോ അന്നെല്ലാം ബലിപീഠത്തിൽ നിയോഗം സമർപ്പിച്ചിരുന്നു. കർത്താവെ, ഫ്രാൻസിനിക്ക് മാനസാന്തരം കൊടുക്കണമേ, മരിക്കുന്നതിന് മുമ്പ്, തൂക്കിലേറ്റപ്പെടുന്നതിന് മുമ്പ് അനുതാപം കൊടുക്കണമേ. ഒരു ദിവസം അവളുടെ അപ്പനും അമ്മയും കൊടുത്ത പോക്കറ്റ് മണികൾ സൂക്ഷിച്ചു വച്ചിരുന്ന ബാഗിൽ നിന്നും ആ പൈസകൾ എണ്ണിപ്പറക്കിയെടുത്ത് സെലിൻ ചേച്ചിയുടെ കൈ കൊടുത്തിട്ട് പറഞ്ഞു, ചേച്ചി, വികാരിച്ചിനെ കാണുമ്പം കൊച്ചിത്രേസ്യയ്ക്ക് ഒരു നിയോഗം ഉണ്ടെന്ന് പറയണം, ഒരു ബലിയർപ്പിക്കാനുള്ള കുർബാന പണം, ഒരു കുർബാനയ്ക്കുള്ള പണം കൊടുത്തു. നിയോഗം എന്താണെന്ന് അച്ഛനോട് പറയരുതും, അതെൻ്റെ ഹൃദയത്തിലുണ്ട്. എന്തായാലും നിയോഗം? ഫ്രാൻസിനിയുടെ മനസ്സാന്തരം. എന്തായാലും ഓഗസ്റ്റ് 31 ഫ്രാൻസിനി തൂക്കിലേറ്റപ്പെടുമ്പോൾ ഫ്രാൻസിനി അനുതാപം കൊണ്ട് കരഞ്ഞു. തൂക്കിലേറ്റപ്പെടുന്ന സ്ഥലത്ത് ഡോക്ടറും ചാപ്ലിനായി വൈദികന് സന്നിഹിതനായിരുന്നു. വൈദികൻ്റെ കയ്യിലിരിക്കുന്ന കുരിശുരൂപം ഉയർത്തിപ്പിടിക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. എന്നിട്ട് ആ ക്രൂശുരൂപത്തിൽ നോക്കിക്കൊണ്ട് കരഞ്ഞു, ഞാനൊരു പാപിയാണെന്ന് പറഞ്ഞ്. കൊലക്കളത്തിലേക്ക് നയിക്കപ്പെട്ടവൻ ക്രൂശുരൂപത്തെ തന്നെ നോക്കി നിന്നു. പ്രിയമുള്ളവരെ, ആ വ്യക്തിക്ക് മാനസാന്തരം ഉണ്ടായി. കൊച്ചിത്രേസ്യ എന്ന 14 വയസ്സുകാരിയുടെ പ്രാർത്ഥന പാഴായിപ്പോയോ? നിങ്ങൾ പറ. എത്രയോ കുറ്റവാളികളെയും ക്രൂരന്മാരെയും പത്രത്തിലും മറ്റും മാധ്യമങ്ങളിൽ നിങ്ങൾ വായിക്കുന്നു. അവനെയൊക്കെ പെട്രോൾ ഒഴിച്ച് കൊല്ലണമെന്നും അവൻ അങ്ങനെ ചെയ്യണമെന്നല്ലേ മനസ്സിൽ വികാര പ്രകടനം. എന്നെങ്കിലും ഒരിക്കലും അവൻ്റെ മനസ്സാന്തരത്തിന് നഷ്ടപ്പെട്ടു പോയ ആത്മാവിനെ ബലിപീഠത്തെ സമർപ്പിക്കാൻ ഒരു നിയോഗമായി കൊണ്ടുവന്ന് എത്ര പേരുണ്ട് ഇവിടെ? നിയോഗമുണ്ടോ മക്കളെ? നമുക്ക് ചുറ്റുവട്ടത്തെ താമസിക്കുന്ന എത്രയോ മനുഷ്യരെ പാപത്തിൽ കഴിയുന്നു. നമ്മുടെ കൂട്ടുകാരില്ലേ, ഇന്ന് ബലിപീഠത്തെ സമർപ്പിക്കാൻ വരുമ്പം എണ്ണിപ്പറക്കി വെച്ചോ, നിങ്ങളുടെ ഓർമ്മയിലുള്ള പാപത്തിൽ കഴിയുന്ന, പ്രാർത്ഥന ആവശ്യമായിരിക്കുന്ന രോഗികളും കഷ്ടപ്പെടുന്നവരും ദുരിതം അനുഭവിക്കുന്ന മനുഷ്യരെ ഈ ബലിപീഠത്തിൽ ഒരു കാഴ്ചവസ്തുവായി സമർപ്പിക്കാൻ നമ്മളെ കൊണ്ട് പറ്റണം. അപ്പം 3-ാമത്തെ ഭാഗം ഞാൻ പറഞ്ഞു, യേശുവിൻ്റെ രക്ഷാകരമായ പീഡാനുരഹസ്യം കുർബാനയിൽ സന്നിഹിതമാക്കപ്പെടുന്നു. 4-ാമത്തെ ഭാഗത്തേക്ക് വരികയാണ്. കാഴ്ചയർപ്പണ കഴിഞ്ഞു. ഓശാന പാടുമ്പോൾ അനാഫ്രയിലേക്ക് പ്രവേശിക്കാൻ കുർബാനയുടെ മർമ്മപ്രധാനമായ ഭാഗമാണ്. അവിടെ നമുക്ക് ഓശാന പാടുന്ന കാണാൻ പറ്റും. ഇന്നലെ നിങ്ങൾ സിനിമ കണ്ടായിരുന്നു, പാഷൻ ക്രൈസ്റ്റ്. ആ ഫിലിമിൽ ഈശോ കുരിശും വഹിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പം തന്നെ ഈ സംവിധായകൻ ഇതിൻ്റെ ഒരു വേറൊരു രംഗം കാണിച്ചു. എന്താണ് രംഗം? ഓശാന. അത് തിരിച്ചിട്ടാൽ മതി. ഓശാന പാടുമ്പോൾ തിരിച്ച് കണ്ടാൽ മതി. ഈ രംഗം എന്താണ്? കാൽവരിയിലേക്കുള്ള യാത്രയാണ്. യേശു ജെറുസലേം ദേവാലയത്തിലേക്ക് കുഞ്ഞാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെടാൻ പോവുകയാണ്. പെസഹായ്ക്ക് മുമ്പ്, ലൂക്കാസ് സുവിശേഷ വിവരണത്തിൽ അങ്ങനെ, പെസഹായ്ക്ക് മുമ്പ് ഈശോ ബലിയർപ്പിക്കപ്പെടാൻ പോകുന്നു. അപ്പോൾ ഈശോയുടെ ബലിയർപ്പണം നടക്കാൻ പോവുകയാണ്. അപ്പോൾ ആ വാചകം നിങ്ങളെ ശ്രദ്ധിച്ച് കേൾപ്പിക്കുകയാണ്. ലൂക്കാ എഴുതിയ സുവിശേഷം 22-ാം അധ്യായം 19-ാം വാക്യം. ആ വാചകം തന്നെ വീണ്ടും പറയുന്നു. പിന്നെ അവൻ അപ്പം എടുത്തു, കൃതജ്ഞതാസ്തോത്രം ചെയ്തു, മുറിച്ച് അവർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാണ്, എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. എന്താ ചെയ്തത്? ആദ്യം സുവിശേഷകനൊരു വിവരണം നടത്തി. പിന്നെ അവൻ അപ്പമെടുത്തു, അപ്പം വാഴ്ത്തി അപ്പത്തെ മുറിച്ച അപ്പത്തെ അപ്പോസ്തലന്മാർ കൊടുത്തിട്ട് പറയുകയാണ്, ടേക്ക് ആൻഡ് ഈറ്റ്, ദിസ് ഈസ് മൈ ബോഡി. ഇതെൻ്റെ ശരീരമാണ്, വാങ്ങി ഭക്ഷിക്കുവിൻ. ഇതിനകത്ത് ശരീരം എന്ന് പറഞ്ഞു കൊടുത്തത് അപ്പത്തെയാണ്. അപ്പം എന്താകുന്നു?
ഉറക്കെ പറ. ആരുടെ ശരീരം എന്നാര് പറഞ്ഞു? യേശു പറഞ്ഞു. മാറ്റമില്ലല്ലോ. ശരീരം പോലെ ഇരിക്കുന്ന ബ്രെഡ് എന്നാണോ പറഞ്ഞത്? ഈ റൊട്ടി എൻ്റെ ശരീരം പോലെ ഇരിക്കുന്നതാണോ പറഞ്ഞത്? പിന്നെ എന്താ പറഞ്ഞത്? ഇതെൻ്റെ ശരീരമാണ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? അപ്പം ജീസസിൻ്റെ ബോഡിയാണ്. അങ്ങനെയെങ്കിൽ അപ്പം മുറിച്ചെന്ന് പറഞ്ഞാലോ? യേശുവിൻ്റെ ശരീരം മുറിക്കപ്പെട്ടു. എവിടെ വെച്ച്? കാൽവരിയിലല്ല, പെസഹ രാത്രി. അതായത് പിറ്റേ ദിവസം കാൽവരിയിൽ താൻ കുരിശിൽ അർപ്പിക്കപ്പെടാൻ പോകുന്ന യാഗത്തെ കൗദാശികമായി ഈശോ മുൻകൂട്ടി നിർത്തി. എന്തിനാണെന്നറിയാമോ? എല്ലാ കാലത്തിലുമുള്ള എല്ലാ മനുഷ്യർക്കും തൻ്റെ ജീവദായകമായ കുരിശിലെ ബലിയിൽ പങ്കുചേർന്ന് കുരിശിലെ ബലിയിലൂടെ സംലബ്ധമായ രക്ഷ അനുഭവിക്കാൻ കുരിശിലെ ബലിയെ കർത്താവ് മണിക്കൂറുകൾക്ക് മുമ്പ് സഹീയോൻ ഊട്ടുശാലയിൽ സന്നിഹിതമാക്കി. 2010 ജൂൺ 8 പൊതുദർശന വേളയിൽ ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ ഇങ്ങനെ 2.5 ലക്ഷം ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചു. അന്ത്യത്താഴ വേളയിൽ യേശു 12 അപ്പോസ്തലന്മാരുമായി അപ്പവും വീഞ്ഞും പങ്കുവച്ചപ്പോൾ പിറ്റേ ദിവസം കാൽവരിയിൽ താൻ അർപ്പിക്കപ്പെടാനിരുന്ന തൻ്റെ കുരിശിലെ യാഗത്തെ കൗദാശികമായി മുൻകൂട്ടി നടത്തുകയാണ് ചെയ്തത്. 2 വത്തിക്കാൻ കൗൺസിൽ തിരുസഭയെക്കുറിച്ചുള്ള പ്രമാണരേഖയിൽ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു. 3-ാമത്തെ വാക്യം കാണാൻ പോകുക. നമ്മുടെ പെസഹ കുഞ്ഞാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. ആര് ബലിയർപ്പിക്കപ്പെട്ടിരിക്കുന്നു? യേശു ക്രിസ്തു എന്ന പെസഹ കുഞ്ഞാട് ബലിയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. അടുത്ത വാക്യം വായിച്ചേ. കുരിശിലെ ആ യാഗം. ആരുടെ യാഗം? പെസഹ കുഞ്ഞാടായ ക്രിസ്തുവിൻ്റെ കുരിശിലെ യാഗം അൾത്താരകളിൽ അർപ്പിക്കപ്പെടുമ്പോഴെല്ലാം. അപ്പൊ അൾത്താരയിൽ എന്താ നടക്കുന്നേ? കുരിശിലെ യാഗം. അൾത്താരയിലെ ബലിയും കാൽവരിയിലെ ബലിയും രണ്ടും രണ്ടല്ല. നിനക്ക് കൈകെട്ടി പുറത്തു നിന്ന് കാണാനുള്ള സ്ഥലമല്ലത്. യേശു കുരിശു മരിക്കുന്ന കൈകെട്ടി കാഴ്ചക്കാരൻ നിൽക്കുക പുറത്ത്. എങ്ങനെ പറ്റും ക്രിസ്ത്യാനിക്ക്? ഹൃദയമുള്ള ക്രിസ്ത്യാനിക്ക് പറ്റുമോ? ഒരു യഥാർത്ഥ ക്രൈസ്തവൻ പുറത്ത് നിൽക്കുവോ? നിങ്ങൾ പറ. വൈകി വരുവോ? യഥാർത്ഥ ക്രൈസ്തവൻ ദേവാലയത്തിനകത്ത് നിൽക്കും കർത്താവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ. പ്രിയപ്പെട്ടവരെ, കാൽവരിയിലെ യാഗവും അൾത്താരയിലെ യാഗവും ഒന്ന് തന്നെയാണ്. കുരിശിലെ യാഗം തന്നെയാണ് അൾത്താരയിൽ നടക്കുന്നത്. രക്ഷാകർമ്മം എന്ന് പറഞ്ഞാൽ വീണ്ടെടുപ്പ്. നിന്റെ വീണ്ടെടുപ്പ് നടക്കുന്ന സ്ഥലമാണ്. നിന്നെ വീണ്ടെടുക്കുക എല്ലാ തിന്മകളിൽ നിന്നും, എല്ലാ പാപത്തിൽ നിന്നും, എല്ലാ രോഗപീഠകളിൽ നിന്നും, കഷ്ടനഷ്ടങ്ങളിൽ നിന്നും, ദുരിതത്തിൽ നിന്നും, ശാപബന്ധനങ്ങളിൽ നിന്നും യേശു ക്രിസ്തു നിന്നെ മോചിപ്പിക്കുന്നത് തൻ്റെ ബലിയിലൂടെയാണ്. അത് ഇന്നും നിർവഹിക്കപ്പെടുന്നുണ്ട്. കുർബാന. എത്ര ആവേശത്തോടെ ക്രിസ്ത്യാനി വരുന്നേ. ഭൗമിക ഗുഹകളിൽ രഹസ്യമായാണ് കുർബാന അർപ്പിച്ചിരുന്ന ആദ്യകാലങ്ങളിൽ. നിങ്ങൾ പള്ളിയിലെ ചില ചിത്രങ്ങൾ കണ്ടിട്ടില്ലേ? ബലിപീഠത്തിൽ വിരിച്ചിരിക്കുന്ന മധുവക വിരിയിലെ ബലിപീഠത്തിലെ വിരിയിലെ ചില അടയാളങ്ങൾ കണ്ടിട്ടില്ലേ? ബ്രെഡ്, നെൽക്കതിര്, മുന്തിരി. എന്താണെന്നറിയാമോ? മീൻ്റെ പടം. എന്താ? ആദ്യകാല ക്രൈസ്തവ സമൂഹം കുർബാനയുണ്ടെന്ന് കാണിക്കാൻ വീടുകളിൽ രഹസ്യമായി നടക്കുന്ന സ്ഥലങ്ങളിൽ പുറത്ത് സിമ്പലാണിത്. മീൻ്റെ പടം വെച്ചാൽ അവിടെ കുർബാന ഉണ്ടെന്നർത്ഥം. മുന്തിരിയുടെ പടം വെച്ചാൽ മുന്തിരിപ്പഴത്തിൻ്റെ പടം ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവിടെ കുർബാനയുണ്ടെന്ന്. നെൽക്കതിൻ്റെ പടം വെച്ചാൽ അവിടെ കുർബാനയുണ്ടെന്ന്. ബണ്ണ് വെച്ച് കാണിച്ചാൽ കുർബാനയുണ്ടെന്ന് അർത്ഥം. ആ പരിസര പ്രദേശത്ത് കുർബാനയുണ്ട്. ഈ പ്രദേശത്ത് ക്രിസ്ത്യാനികൾ ഐഡൻറ്റിഫൈ ചെയ്തിരുന്നത് എങ്ങനെയാ? രഹസ്യമായിട്ട്. ട്രാജൻ ചക്രവർത്തിക്ക് ഏഷ്യ മൈനറിൻ്റെ ഗവർണറായിരുന്ന പ്ലീനി രണ്ടാം നൂറ്റാണ്ടിൽ ഒരു കത്തയച്ചു. ഇങ്ങനെയാണ് ഗവർണറായ പ്ലീനിയോട് ട്രാജൻ ചക്രവർത്തി ആവശ്യപ്പെട്ടെന്നറിയാമോ? ക്രിസ്ത്യാനികളുണ്ടെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യണം, കണ്ടെത്തണമെന്ന്. അപ്പോൾ അദ്ദേഹം മറുപടി കൊടുത്ത് ഇങ്ങനെയാണ്: രഹസ്യ സങ്കേതങ്ങളിൽ അവർ ഒരുമിച്ച് കൂടുകയും പതിവായി ഒരുമിച്ച് കൂടുകയും മനുഷ്യൻ്റെ മാംസരക്തങ്ങൾ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. മനുഷ്യനെ കൊല്ലുന്നുണ്ടെന്ന്. അവിടെ മനുഷ്യനെ കൊല്ലുന്നുണ്ടെന്ന്. അതേ യഥാർത്ഥ ബലി. വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഉച്ചയ്ക്ക് ക്ലാസ് എടുക്കാൻ എല്ലാ തിങ്കളാഴ്ചകളിലും കുമ്പസാരം കഴിയുമ്പോൾ കുർബാനയെക്കുറിച്ച് ക്ലാസ്സാണ് ഇവിടെ അന്തരീക്ഷ ധ്യാനത്തിൽ വർഷങ്ങളായിട്ട്. ഞാൻ ഈ ഒരു ദിവസം പെരുമ്പാവൂരിൽ കോതമംഗലത്ത് ബസ്സിന് വരിക. ഇവിടെ കളമശ്ശേരിയിൽ ബസ് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് പോരും ഞാൻ. അങ്ങനെ ഞാനിങ്ങനെ ബസ്സിൽ യാത്ര ചെയ്ത് വരുമ്പം ട്രാൻസ്പോർട്ട് ബസ്സാണ്. എൻ്റെ അടുത്തിരിക്കുന്നൊരു യുവാവ് ഒരു പുസ്തകം എടുത്ത് തുറന്നിന് വായിക്കാൻ തുടങ്ങി. കുറുപ്പുംപടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഈ പുസ്തകത്തിൽ നോക്കിക്കൊണ്ടിരുന്നു. പുസ്തകത്തിൽ ഞാൻ നോക്കുന്ന കാരണം ചെറുപ്പക്കാരൻ പുസ്തകം അടയ്ക്കാൻ വെച്ച്
അവൻ എന്നോട് സംസാരിക്കാൻ തുടങ്ങി. അവൻ പറയുന്നത് കമ്പ്യൂട്ടർ എഞ്ചിനീയറാണ്, ജോലിക്ക് പോവാ, ഉച്ച കഴിഞ്ഞുള്ള ഷിഫ്റ്റ് എങ്ങാണ്ടേ അവൻ ജോലിക്ക് പോവാ. അപ്പോൾ ആ യുവാവ് എന്നോട് പറയുകയാണേ, ചേട്ടൻ ക്രിസ്ത്യാനിയാണില്ലേ? ഞാൻ പറഞ്ഞാന്ന്. ഏതാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ കത്തോലിക്കനാന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു ഞാൻ യാക്കോബേക്കാരനാ, കോതമംഗലം ചെറിയ പുള്ളി ഇടവക്കാരനാന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, മോനെ ഈ മോൻ വായിക്കുന്ന പുസ്തകം ക്രിസ്ത്യ പുസ്തകമാണല്ലോ, എന്തിനെക്കുറിച്ചാണ് പുസ്തകം പ്രതിപാദിക്കുന്നത്? അവൻ പറഞ്ഞു, ചേട്ടാ ഞങ്ങളുടെ കുർബാന സുറിയാനി ഭാഷയിലാണ്, പലത് വാക്കുകൾ ഞങ്ങൾക്ക് തന്നെ അറിയത്തില്ല. ഈ പുസ്തകത്തിൽ ഓരോ കർമ്മങ്ങളും മലയാളത്തിൽ വിവരിക്കുക എന്ന് പറഞ്ഞു. നമ്മൾ കുർബാനയുടെ മിഷണറി ആയതിൻ്റെ ഒരു ഇങ്ങനെ ചാടി വീണ്. ഞാൻ പറഞ്ഞു, മോനെ ഞാനൊരു കുർബാനയെക്കുറിച്ച് പറയുന്ന ആളെ, എനിക്ക് ഭയങ്കര എനിക്കിഷ്ടമാണ് ഇങ്ങനെയൊക്കെ മനസ്സിലാക്കാൻ. മോൻ ഈ പുസ്തകത്തിൻ്റെ പേരെന്താണെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. അവൻ ഈ പുസ്തകത്തിൻ്റെ കവർ പേജ് ഇങ്ങനെ കാണിച്ചു തന്നു. എന്ത് പേര് കൊടുക്കണം? യാക്കോബയ ഓർത്തഡോക്സുകാരുടെ അന്ത്യോക്യം പാരമ്പര്യമനുസരിച്ചുള്ള സുറിയാനി ഭാഷയുള്ള കുർബാനയുടെ കർമ്മങ്ങളുടെ അർത്ഥം വിവരിക്കുന്ന പുസ്തകമാണ്. എന്ത് പേര് കൊടുക്കണം? പുസ്തക പേരെന്നറിയാമോ? ജീവനുള്ള ബലി. നാടകമല്ലിത്, വിറയ്ക്കും കൈയും കാലും. കുർബാന അർപ്പണത്തിന് എന്ത് വില കൽപ്പിക്കുന്നുണ്ട്? നമ്മൾ ചിന്തിക്കണം. സീരിയസ് വിഷയമാണ്. വില കൊടുക്കേണ്ടി വരും. വില കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയതായത്. വില കൊടുത്തവൻ, ദൈവം വില കൊടുത്താണ് ഈ ബലി അർപ്പിച്ചത്. അതിനെ വിലയില്ലാത്തതായി തരം താഴ്ത്തരുത്. കോളേജിൽ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ നീ പോയാൽ, നിന്റെ പഠനവുമായി ബന്ധപ്പെട്ട ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയാൽ 10 മണിക്കാണ് നിനക്ക് അപ്പോയിൻമെന്റ് എങ്കിൽ നീ എത്ര മണിക്കെത്തും? റെയിൽവേ സ്റ്റേഷൻ തിരുവനന്തപുരത്തേക്ക് പോകണം, 10 മണിക്ക് സെക്രട്ടേറിയറ്റിൽ ഒരു മീറ്റിംഗിൽ എത്തണം, അല്ലെങ്കിൽ ഒരു മന്ത്രിയുടെ ഓഫീസിൽ എത്തണം, അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്ന ഓഫീസിൽ എത്തണം. രാവിലെ 6 മണിക്കാണ് ആലുവയിൽ നിന്ന് ട്രെയിൻ. എന്തു പറയും? ഇന്ത്യൻ റെയിൽവേ 6 മണിക്ക് ട്രെയിൻ വയ്ക്കും. ഞാനൊന്നും പോകത്തില്ല, ഞാൻ 6:15 പോകത്തുള്ളൂ എന്ന് പറയുമോ? നീ 5:45 അവിടെ എത്തില്ലേ? യേശുവിൻ്റെ ബലിക്ക് വിലയില്ലേ? അത്രയ്ക്ക് ചീപ്പാണോ പ്രിയമുള്ളവരെ കർത്താവിൻ്റെ ബലിയർപ്പണം? യേശുവിൻ്റെ ബലി കാൽവരിയിൽ അർപ്പിച്ച അതേ ബലിയർപ്പണമാണ് അൾത്താരെ നടക്കുന്നത്. തിരിച്ചറിവുകൊണ്ടാണ് നമുക്ക് ഈശോയുടെ ബലി തന്നെയാണ്. നമുക്ക് 2 വത്തിക്കാൻ കൗൺസിലിലെ ആരാധനക്രമത്തെക്കുറിച്ചുള്ള പ്രമാണരേഖ 47 ഖണ്ഡിക വായിക്കാം. നമ്മുടെ രക്ഷകൻ അവിടുത്തെ തിരുശരീര തിരുരക്തങ്ങളുടെ ബലിയായ കുർബാന. എന്താണ്? യേശുവിൻ്റെ ശരീരരക്തങ്ങളുടെ ബലിയായ കുർബാന. അവിടെ നിന്ന് പറയുമ്പോൾ യേശു ഒറ്റുകൊടുക്കപ്പെട്ട രാത്രിയിൽ ഒടുവിലത്തെ അത്താഴവേളയെ സ്ഥാപിച്ചു. എന്ത് സ്ഥാപിച്ചു? തിരുശരീര രക്തങ്ങളുടെ ബലി. കാൽവരിയിലെ ബലിയും അൾത്താരിലെ ബലിയും രണ്ടും രണ്ടല്ല. അടുത്ത വാക്യം വെച്ചേ, കുരിശിലെ തൻ്റെ ബലി താൻ വീണ്ടും വരുന്നത് വരെ എല്ലാ യുഗങ്ങളിലും ശാശ്വതമായി തുടർന്നു കൊണ്ടുപോകുന്നതിനാണ് അവിടുന്ന് ഇങ്ങനെ ചെയ്തത്. എല്ലാ യുഗങ്ങളിലും ശാശ്വതമായി തുടർന്നു കൊണ്ടുപോകുന്നതിനാണ് അവിടുന്ന് ഇങ്ങനെ ചെയ്തത്. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിച്ചേക്കാം, കാൽവരിയിൽ അർപ്പിച്ച അതേ ബലിയർപ്പണം തന്നെയാണ് അൾത്താരിൽ അർപ്പിക്കപ്പെടുന്ന ബലിയർപ്പണം. കാൽവരിയിലെ ബലിയും അൾത്താരിലെ ബലിയും രണ്ടും രണ്ടല്ല, ഒന്ന് തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ കാൽവരിയിലെ ബലിയിലാണ് പങ്കെടുക്കുന്നുള്ള തിരിച്ചറിവ് നമുക്ക് വേണം. 1998 ഡിസംബർ മാസത്തിൽ 26-ാം തീയതി മുതൽ ഇവിടെ യുവജനങ്ങളുടെ ധ്യാനം നടക്കുന്നു. ഞാൻ അൾത്താരയിൽ ശുശ്രൂഷനായിട്ടുണ്ട്. അന്നത്തെ പേര് ഷാലോ മീറ്റ് എന്നായിരുന്നു കേട്ടോ, ഷാലോ മീറ്റ്. 2003 വരെ അങ്ങനെ പേരിൽ ധ്യാനം നടന്നിരുന്നു. പ്രിയമുള്ളവരെ, അപ്പം ഈ ഷാലോ മീറ്റ് യുവജന ധ്യാനം നടക്കുകയാണ്. ധ്യാനത്തിന് കുമ്പസാര ദിവസം രാത്രിയിൽ കുർബാനയിൽ ഞാൻ അൾത്താരെ ശുശ്രൂഷനായിട്ടുണ്ട്. അച്ഛൻ ഇതിൻ്റെ ശരീരം എന്ന് പറഞ്ഞ് കൂദാശനം ഉച്ചരിച്ചു, ഇതിൻ്റെ രക്തം എന്ന് പറഞ്ഞ് കൂദാശനം ഉച്ചരിക്കുക. ഇത് നിങ്ങൾക്ക് വേണ്ടി ചിന്ത, ഇതാണ് ഈശോയുടെ മരണമാണ്. കുർബാനയിൽ ഈശോയുടെ ശരീരം ബലിയായി അർപ്പിച്ച് രക്തം ചിന്തി കുരിശിലർപ്പിച്ച ബലിയർപ്പണം അൾത്താരെ സന്നിഹിതമാക്കപ്പെടുക. ഈ ശുശ്രൂഷ, ഈ കൂദാശനം ഉച്ചരിച്ച ഉടനെ അവിടെ ഇടയ്ക്ക് പാട്ടൊന്നും പാടാൻ അനുവാദമില്ല. അന്ന് മുളന്തുരുത്തിയിലുള്ള യാക്കോബയ സഭയിലുള്ള അച്ഛനാണെന്ന് തോന്നുന്നു, ജോയി അച്ഛൻ. അച്ഛനോട് ഇടയ്ക്ക് വരുമായിരുന്നു. അച്ഛൻ്റെ കൂടെ പ്രാർത്ഥിക്കുന്ന പാട്ടുപാടുന്നവരൊക്കെ ഉണ്ട്. അവർ ഇവിടെ അന്ന് പാട്ടുപാടാൻ വന്നിരുന്നു. കുർബാനയ്ക്ക് അവരാണ് പാടിയത്. ഞങ്ങളുടെ പാട്ടുകാർ വന്ന് ആശുപത്രിയിൽ ലൂർദി അഡ്മിറ്റ് ചെയ്തിരിക്കുക പാട്ടുകാരൻ. എൻ്റെ പെങ്ങളുമാണ്. അപ്പോൾ രണ്ടുപേരും പോയി. വേറെ ആളെ കിട്ടാനില്ല, ഇവരെയാണ് എമർജൻസി കിട്ടിയത്. അവരിവിടെ ധ്യാനത്തിൽ പല പ്രാവശ്യം പങ്കെടുത്തതുകൊണ്ട് ധ്യാന ശുശ്രൂഷയെക്കുറിച്ച് അവർക്ക് അറിയാവുന്നതുകൊണ്ടും അവർ ധ്യാനത്തിൽ പാട്ടുപാടാനുണ്ടായി. അപ്പോൾ ഈ പാട്ട് സമയത്ത് ഈ കൂദാശ ചെയ്ത് കഴിഞ്ഞ ഉടനെ അതിലൊരു പാട്ടുകാരൻ ഒരു പ്രത്യേക രാഗത്തിൽ ഗാഗുത്താൽ ചിന്തിയ രക്തത്താൽ എന്നെ കഴുകണമെന്ന് വളരെ നീട്ടി ഉച്ചത്തിൽ ഹൃദയസ്പർശിയായി പാടി. ഈ പാട്ടിങ്ങനെ ഉച്ചത്തിൽ പാടിക്കൊണ്ടിരിക്കുക, നല്ല ഇതിൽ ഹൈ പിച്ചിൽ പാടുക. പാട്ടിങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ആരോ എന്നെ തൊടുന്നതുപോലെ തോന്നി.
നോക്കിയപ്പം ബലിയർപ്പിക്കുന്ന അച്ഛൻ കാസ ബലിപീഠത്തിൽ വെച്ചിട്ട് എൻ്റെ അടുത്ത് വന്ന് തട്ടി വിളിച്ചു, ചേർത്ത് നോക്കിക്കണമെന്ന് പറഞ്ഞു. ചാടി എഴുന്നേറ്റ് ആ പെങ്കൊച്ചിന് ഓടി അൾത്താരിലേക്ക് കയറി വരിക. ബലിപീഠത്തിൽ തൊടാൻ ഞാൻ സമ്മതിച്ചില്ല, ഒരൊറ്റ തള്ളുകയല്ല, നിലത്ത് വീണുപോയി. ഒരു യുവതിയാണ്. അവളെ കൈക്കും കാലും പിടിച്ച് വലിച്ചടിച്ചുകൊണ്ട് വോളണ്ടിയേഴ്സും കൊണ്ടുപോയി പെൺകുട്ടികളെ. പിറ്റേ ദിവസം ധ്യാനത്തിന് ദൈവാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന സമയമാണ്. നൂറുകണക്കിന് യുവതി യുവാക്കന്മാർ സാക്ഷ്യം പറയാൻ നിൽപ്പുണ്ട്. വളരെ ഓർഡറായിട്ടാണ് നടക്കുന്നത്. പെട്ടെന്ന് ഓർഡറൊന്നും ഇല്ലാതെ ഈ പെങ്കൊച്ചി ഇടയിൽ കൂടെ കയറിങ്ങി വന്ന് ഒരടുത്താക്കം മൈക്ക് കൊടുക്കുന്നതിന് മുമ്പ് എൻ്റെ നിന്ന് മൈക്ക് പിടിച്ചങ്ങ് മേടിച്ചു. ഞാൻ മൈക്ക് പിടിച്ചു കൊടുക്കുക, മൈക്ക് പിടിച്ചങ്ങ് മേടിച്ചു. ഞാൻ ഓർത്ത്, ദൈവമേ, ഇന്നലെ ഈ ഭ്രാന്ത് കാണിച്ചോളൂ, ഇപ്പോൾ എന്താ കാണിക്കാൻ പോകുന്നത്? ഞാൻ പകച്ചുപോയി. അവളിങ്ങനെ പറഞ്ഞു, ഞാനൊരു ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആളാണ്, അക്രൈസ്തവൻ. ആദ്യമായിട്ടാണ് ഞാനൊരു ക്രിസ്ത്യാനിയുടെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നത്. ഞാൻ പഠിച്ചത് എറണാകുളത്തെ സെൻറ്റ് ടീച്ചേഴ്സ് കോളേജിലാണ്. കഴിഞ്ഞ 5 വർഷമായിട്ട് ഞാൻ കോളേജിൻ്റെ ഹോസ്റ്റലിൽ ഞാൻ താമസിച്ച് പഠിക്കുന്നു. ഞാൻ PG ആണ്, PG സ്റ്റുഡൻ്റാണ്. ഇപ്പം 5 വർഷം PG ഒന്നുമില്ല, പ്രീ ഡിഗ്രി 2 വർഷം, ഡിഗ്രി 3 വർഷം, അങ്ങനെ 5 കൊല്ലം അവിടെ പഠിച്ചു. ഇപ്പം PGയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. അവൾ പറയാണ്, എൻ്റെ കൂട്ടുകാർ പറഞ്ഞതനുസരിച്ചാണ് ഞാനിവിടെ ഇതിൽ പങ്കെടുക്കാൻ വന്നത്. ഞാൻ മെഡിറ്റേഷൻ പ്രയറാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ചൊരു പ്രസംഗമാണ്. യേശു സത്യ ദൈവമാണെന്ന് ഞാൻ സത്യമായും തിരിച്ചറിഞ്ഞത് ഇവിടെ വെച്ചാണ്. രണ്ടാമത്തത്, ഞാനൊരു പാപിയാണെന്ന് തിരിച്ചറിഞ്ഞു. എല്ലാവരും കുമ്പസാരിക്കാൻ വേണ്ടി ലിസ്റ്റ് തയ്യാറാക്കി കൊണ്ടുപോയി. ഞാൻ ലിസ്റ്റ് തയ്യാറാക്കി. ഞാനിതോടെ ആരോട് പറയും? ഞാൻ കരഞ്ഞു. ആത്മീയ ഉപദേശം തേടാൻ പോയ ചേച്ചിയോട് ഞാൻ എൻ്റെ ജീവിതദുഃഖങ്ങളെല്ലാം പങ്കുവച്ചു. ചേച്ചി ദൈവവചനമൊക്കെ പറഞ്ഞ് എന്നെ ആശ്വസിച്ച് പറഞ്ഞു വിട്ടു. തിരിച്ച് ഞാനിവിടെ വന്നിരിക്കുമ്പോൾ ഞാൻ കേൾക്കുന്നത് വിശുദ്ധ കുർബാന എന്ന കൂദാശയെക്കുറിച്ചാണ്. ഈ ചേട്ടായി യേശുവിൻ്റെ ബലിയാണ്, അൾത്താരയിൽ നടക്കുന്ന ബലി എന്ന് തറപ്പിച്ച് പറഞ്ഞപ്പം എൻ്റെ ചങ്കിനകത്തൂടെ ഒരു കടാര കയറ്റി ഇറക്കുന്ന പോലെ എനിക്ക് അനുഭവപ്പെട്ടു. അത്ര വേദനയുണ്ടായി. കാര്യം എന്നറിയാമോ? ഞാൻ ഹോസ്റ്റലിൽ താമസിച്ചിരുന്നപ്പോൾ കോളേജിലെ എല്ലാ ദിവസവും സെൻറ്റ് ടീച്ചേഴ്സ് കോളേജ് കോമ്പൗണ്ടിനകത്ത് ഹോസ്റ്റലേഴ്സിന് വേണ്ടിയിട്ട് കുർബാനയുണ്ട്. സിസ്റ്റേഴ്സൊക്കെ ഉണ്ട് അവിടെ. ക്രിസ്ത്യാനികൾ പോവും, മറ്റ് മതസ്ഥർ പോകാറില്ല. പക്ഷെ അവർക്കും പോകാം. ഞാനൊട്ടും പോകാറില്ല. 3/4 മണിക്കൂർ കഴിഞ്ഞ് 6 മണിക്ക് പോകുന്ന 6:30 ഉള്ള കുർബാനയ്ക്ക് പോകുന്നവർ 3/4 മണിക്കൂർ കഴിഞ്ഞ് തിരിച്ചു വരും. തിരിച്ചു വരുന്ന ഒരാളുടെയും വായിൽ നിന്ന് ഞാൻ ഇന്ന് വരെ കേട്ടിട്ടില്ല, യേശുവിൻ്റെ ജീവനുള്ള ബലിയർപ്പണത്തിൽ പങ്കുചേർന്ന ഞങ്ങൾ വരുന്നതെന്ന്. അതവിടെ നടക്കുന്നതെന്ന്. പക്ഷേ ഇയാൾ ഇതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പം ഞാനകത്ത് ആർന്നുപോയി. ദൈവമേ, 5 വർഷം ഈ മഹാസൗഭാഗ്യത്തിൽ പങ്കെടുക്കാനുള്ളൊരു ചാൻസ് ഉണ്ടായിട്ട് നഷ്ടപ്പെടുത്തി കളഞ്ഞല്ല. ഞാനും കരഞ്ഞു. ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേക്ക് ചേട്ടായി പറഞ്ഞു, എല്ലാവർക്കും ചായ കുടിച്ചിട്ട് ഉപവാസമാണ്, ഭക്ഷണം കഴിച്ചിട്ട് വരാം. ചായയും ബണ്ണൊക്കെ കഴിക്കാൻ വേണ്ടി എല്ലാവരും പോയി. ഞാൻ പോയില്ല. ടോയ്ലറ്റിൽ പോലും പോകാൻ എനിക്ക് തോന്നിയില്ല. ഞാൻ ആ ഹോളിൽ തന്നെ ഇരുന്നു. എല്ലാവരും തിരികെ എത്തി. 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ കുർബാന ആരംഭിച്ചു. കണ്ണുനീരിൽ കുറുന്ന കുർബാന അർപ്പണമായിരുന്നു. പ്രാർത്ഥനകളൊന്നും ചൊല്ലാൻ ഞാൻ പഠിച്ചിട്ടില്ല. ഇടയ്ക്ക് ആൾക്കാർ പറയുന്ന കൂട്ടത്തിൽ ആമേൻ പറയാൻ മാത്രം എനിക്കറിയത്തുള്ളൂ. എല്ലാവരും പറയുമ്പോൾ കൂട്ടത്തിൽ ആമേൻ പറയും, വേറൊന്നും എനിക്ക് ചൊല്ലാൻ അറിയില്ല. കുർബാന തുടങ്ങി. അച്ഛൻ അപ്പം ഉയർത്തുന്ന രംഗം എത്തി. അപ്പോൾ മുട്ടൂത്തിക്കണം. എൻ്റെ മതത്തിൽ മുട്ടൂത്തിയുള്ള പ്രാർത്ഥനകളില്ല. അതിനാൽ സ്വാഭാവികമായി കാല് വേദന എടുക്കും. ആ വേദന യേശുവിൻ്റെ കുരിശിലെ ബലിയോട് തുലനം ചെയ്യുമ്പോൾ ഒന്നുമല്ലെന്ന് എനിക്കറിയാം. അങ്ങനെ ഞാൻ സഹിച്ചിരിക്കുമ്പോൾ അച്ഛൻ കാശ് ഉയർത്തി നിൽക്കൊണ്ട് ചിന്തപ്പെടുന്ന രക്തമൊന്നും പറഞ്ഞു കഴിഞ്ഞ ഉടനെ പാട്ടുകാരൻ ചേട്ടായി ഗാഗുൽത്താൽ ചിന്തിയ രക്തത്താൽ എന്നെ കഴുകണമെന്ന് പാടി. അതുവരെയും കണ്ണ് തുറന്ന് നിന്ന് ഞാൻ കണ്ണടച്ചു. ഈ പാട്ടിൽ ഞാൻ ലയിച്ചു. ആ പാട്ടിൽ ലയിച്ചപ്പോൾ പിന്നെ പാട്ടല്ല കേൾക്കുന്നത്, ഒരു മൈന്യൂട്ടായ സ്വരത്തിൽ പാട്ട് കേൾക്കുന്നുണ്ടെങ്കിലും മേജറായ സ്വരത്തിൽ എൻ്റെ കാതുകളിൽ ഒരു മനുഷ്യൻ്റെ ദീനരോധനം കേട്ടു. പ്രപഞ്ചത്തിൽ ഇന്നയോളം ഒരു മനുഷ്യൻ ഇതുപോലെ കരഞ്ഞിട്ടുണ്ടാവില്ല, വിലപിച്ചിട്ടുണ്ടാവില്ല. മനുഷ്യൻ്റെ കരച്ചിലിൻ്റെ വാക്കുകൾ എനിക്കറിയാം. അങ്ങനെ കരയുന്നത് ആരെന്ന് എനിക്കറിയത്തില്ല. ഇന്നുവരെ കരഞ്ഞിട്ടുള്ളത് ആരാന്നും എനിക്കറിയത്തില്ല. അവൾ പറയുകയാണ്, ആ കരച്ചിലിൻ്റെ വാക്കുകൾ, ലാംഗ്വേജ് ഭാഷ ഏതാണെന്നറിയത്തില്ല, വേർഡ്സ് അറിയാം. ആ വേർഡ്സ് ഇങ്ങനെയായിരുന്നു, ഏൽ ഏൽ ലമക് സബക്താനി. നമുക്കറിയാം നമ്മുടെ കർത്താവ് കുരിശി കിടന്നുകൊണ്ട് പറഞ്ഞാൽ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു. അവൾ പറയുക, ഞാൻ ആകെ പകച്ചുപോയി, എനിക്ക് വിഷമം തോന്നി. ഞാൻ കണ്ണു തുറന്ന് നോക്കി, എൻ്റെ ചുറ്റുവട്ടത്ത് അങ്ങനെ ആരെങ്കിലും കരയുന്നുണ്ടോയെന്നറിയാൻ. ആരെയും ഞാൻ കണ്ടില്ല. വീണ്ടും കണ്ണടച്ച് ഒരു തോന്നലാന്ന് വിചാരിച്ചു, മനസ്സിലൊരു തോന്നലാന്ന് വിചാരിച്ചു. കണ്ണുകളടച്ചപ്പോൾ വീണ്ടും എൻ്റെ കാതുകൾ ഇത് കേൾക്കാം, എൻ്റെ ശക്തമായിട്ട് കേൾക്കാം. എൻ്റെ അറിവ് വെച്ച്, എൻ്റെ വിദ്യാഭ്യാസ യോഗ്യത വെച്ച് എൻ്റെ മനസ്സിനെ വരുതിയിൽ നിർത്തി ഈ സൗണ്ട് എൻ്റെ മനസ്സിൽ നിന്ന് പോകാൻ വേണ്ടി, എൻ്റെ കാതുകൾ കേൾക്കുന്ന തോന്നലാന്ന് വിചാരിച്ച് നിർത്താൻ വേണ്ടി, അത് വിട്ടുപോകാൻ വേണ്ടി ഞാൻ പരിശ്രമിച്ചു. നടന്നില്ല. അതിനാൽ
ഞാൻ അതിനേക്കാൾ വലുതായിക്കൊണ്ടിരിക്കുക. അതിനാൽ ഞാൻ കണ്ണു തുറന്ന് ശ്രദ്ധ ശരിയായ രീതിയിൽ കിട്ടാൻ വേണ്ടി സ്റ്റേജിലേക്ക് നോക്കി. ഓൾട്ടർ എന്ന് പറയാൻ, മധുവക എന്ന് പറയാൻ അറിയത്തില്ല അവൾക്ക്. അവൾ പറയാ, കണ്ണു തുറന്ന് സ്റ്റേജിലേക്ക് നോക്കി. അപ്പോൾ ഞാൻ കണ്ട കാഴ്ച, മരക്കുരിശിൽ 3 ആണികളാൽ തറയ്ക്കപ്പെട്ട് യേശു പിടഞ്ഞു മരിക്കുന്നത് നഗ്ന നേത്രങ്ങൾ കൊണ്ട് ഞാൻ കണ്ടുകൊണ്ടിരുന്നു. സഹി കേട്ടിട്ട് ഓടി വന്നതാ ഈശോയെ ഒന്ന് തൊടാൻ വേണ്ടി. ഈ ചേട്ടായി എന്നെ തള്ളിത്തറയിട്ടില്ലായിരുന്നെങ്കിൽ ജീവനുള്ള ദൈവത്തെ ഞാൻ എൻ്റെ കൈകൊണ്ട് സ്പർശിക്കുമായിരുന്നു. എന്നിട്ട് അവൾ വിളിച്ചു പോയി, ക്രിസ്ത്യാനികളെ, നിങ്ങൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും അന്യമതസ്ഥയായ ഞാൻ വിശ്വസിക്കുന്നു, യേശുവിൻ്റെ ബലി തന്നെയാണ് വിശുദ്ധ കുർബാന. ഹല്ലേലൂയ. അവൾ പറഞ്ഞു, ഈ വിശ്വാസത്തിൽ നിന്ന് ഈ ലോകത്തിലെ ഒരു ശക്തിക്ക് എന്നെ പിന്മാറ്റാൻ പറ്റത്തില്ല. ഞാൻ 1998 ഡിസംബറിൽ ഈ പെങ്കൊച്ചിൻ്റെ സാക്ഷ്യം കേട്ടു. 99 മുതൽ പിന്നീട് ഏതെല്ലാം വേദികളിൽ കുർബാനയെക്കുറിച്ച് പ്രസംഗിച്ചോ 2019 20 കൊല്ലമായി എല്ലാവരോടും ഇത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ 2010 സെൻറ്റ് സേവിയസ് കോളേജിൽ ആലുവയിൽ പെൺകുട്ടികളുടെ കോളേജിൽ ധ്യാനിപ്പിക്കുകയാണ്. ഞാനല്ല, വേറൊരു അച്ഛനാണ്. എന്നെ 1-ാം ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, ബ്രദറെ ഒരു സഹായം ചെയ്യണം, ഉച്ചയ്ക്ക് മുമ്പ്, ഊണിന് മുമ്പ് കുർബാനയെക്കുറിച്ചൊരു ക്ലാസ് എടുത്ത് തരാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, 1-ാം ദിവസമൊക്കെ പറഞ്ഞാൽ വലിയ പാടാന്ന് പറഞ്ഞു. കുമ്പസാരമൊക്കെ കഴിഞ്ഞ് ഒരുങ്ങിയിരിക്കുന്ന സമയത്തെ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ അവിടുത്തെ അച്ഛൻ പറഞ്ഞ അനുസരിച്ച് ഞെങ്കിലും 1-ാം ദിവസം തന്നെ ചെന്നു. ഉച്ചയ്ക്കാണ്, വേറെ പിള്ളേർ ചിരിയും കളിയാകും, വാർത്താനം, പാടാ, എന്താണ് സീനായി. നമ്മൾ പറയുന്നൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. ഞാൻ ഈ പെങ്കൊച്ചിൻ്റെ അനുഭവം പറഞ്ഞപ്പോൾ എന്താ കണ്ണും മിഴിച്ച് ഒരു മുട്ടുസൂചി വേണ അത്രയും സൈലൻറ്റിൽ ആൾക്കാർ കേട്ട് അത് ആളെ അറ്റൻഷനായി. ആ നിശബ്ദതയെ കീറി മുറിച്ചുകൊണ്ട് പുറവശത്തുനിന്നൊരു നിലവിളി അങ്ങോട്ട് ഉയർന്നു. ഒരു സ്ത്രീ എഴുന്നേറ്റേക്ക് അടിച്ചു, പക്വതയൊത്തിരി യുവതി. ആ ചാടി അങ്ങ് എഴുന്നേറ്റു. വസ്ത്രവിധാനങ്ങൾ കണ്ടല്ലോ, കോളേജ് സ്റ്റുഡൻ്റ് അല്ല, എന്നാൽ ചെറുപ്പക്കാരിയാണ്. കൈ ഉയർത്തി വീശി കാണിക്കുക ഉച്ചത്തിൽ, എൻ്റെ ശ്രദ്ധയെ ആകർഷിക്കുക. ഞാൻ ചോദിച്ചു, ആരാ നിങ്ങളെ? ഇങ്ങോട്ട് ഓടി വരാൻ പറഞ്ഞ് വളരെ വേഗത്തിൽ ഓടിങ്ങി വന്നപാടെ എന്നോട് വെച്ച് മൈക്ക് തരാമെന്ന് ചോദിച്ചു. മൈക്കും കൊടുത്തു. പറഞ്ഞു, പ്രിയപ്പെട്ട കുട്ടികളെ, ഈ ബ്രദർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നെക്കുറിച്ചാണ്. ഈ സ്ത്രീ ആരാന്നറിയാമോ? ഈ കോളേജിലെ വിസിറ്റിംഗ് പ്രൊഫസറാണ്. 10 കൊല്ലം മുമ്പ് ഞാനാണ് സെൻറ്റ് ടീസാസ് കോളേജിൽ നിന്ന് ചിറ്റൂർ വന്ന് ധ്യാനം കൂടി ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തി. ഞാനിന്നൊരു ക്രിസ്ത്യാനിയാണ്. ഇതിന് കാരണം യേശുവിൻ്റെ ബലിയാണ് എന്നെ ക്രിസ്ത്യാനിയാക്കിയത്. ആമേൻ, ഹല്ലേലൂയ. ആ സ്നേഹമാണ്, ആ സ്നേഹം ബലി, ആ സ്നേഹം ഞാൻ യേശുവിനെ അറിഞ്ഞു, അനുഭവിച്ചു. അവൾ പറഞ്ഞു, കർത്താവിൻ്റെ ബലി തന്നെയാണ്. ഞാനാകപ്പെടെ വിറച്ചുപോയി. നമ്മളെല്ലാ വേദിയും പറയുന്നത് ആൾ നേരിട്ടൊന്ന് പിന്നീട് സംസാരിക്കുക, 10 കൊല്ലങ്ങൾക്ക് ശേഷം സംസാരിക്കാമെന്ന് പറഞ്ഞാൽ പ്രിയമുള്ള യേശുവിൻ്റെ ബലി തന്നെയാണ് ആൾക്കാർ നടക്കുന്നത്. തുടർന്ന് നമ്മൾ കാണുന്നത് സജീവവും ജീവദായകവും ദൈവവും റുഗാക്ഷണ പ്രാർത്ഥന നടത്തുന്നുണ്ട്. അത് സിറോ മലബാർ കുർബാനയാണ്. അതെന്തായാലും യേശുവിനെ മരിച്ചവൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ ഉയർപ്പിക്കുക. തുടർന്ന് വിഭജന ശുശ്രൂഷയാണ്. സജീവവും ജീവദായകവും ദൈവവും അപ്പം സ്വർഗത്ത് നിറങ്ങിയ ലോകത്തിന് മുഴുവൻ ചെയ്തു. ആരാ സ്വർഗത്തിൽ നിന്നുള്ളപ്പം? ഈശോ പറഞ്ഞു, ഞാനാ സ്വർഗത്തിൽ നിന്നുള്ളപ്പം. അപ്പോൾ ഈ അപ്പത്തിൽ ആരാ? ഈശോ. എന്തിനാ മുറിച്ച് ഉയർത്തുന്നത്? വിഭജന ശുശ്രൂഷ എടുത്ത് ഉയർത്തും, മുറിച്ചുയർത്തും. എന്തിനാണ് ഉയർത്തുന്നത്? അല്പം ഉയർത്തിപ്പിടിക്കുക, അല്ലെങ്കിൽ മുഴുവനായിട്ട് ഉയർത്തും. അതാ വൈദികൻ്റെ ഇഷ്ടധർമ്മം. എന്തിനാണ് മുറിച്ചുയർത്തിയത്? മരണത്തെ പരാജയപ്പെടുത്തി ഉയർത്തുന്നേറ്റ് യേശുവിൻ്റെ അടയാളം എന്താ? ശരീരത്തെ മുറിവായിരുന്നു. ലാറ്റിൻ കുർബാന കൂടി കേട്ടില്ലേ നിങ്ങൾ? ഒരു ഭാഗം മുറിച്ച് കാസലിടും. എന്താ അർത്ഥം? മരിച്ച് അടക്കപ്പെട്ടിരിക്കുന്നു ഈശോ. പുരോഗമനം ചെയ്യുന്ന കണ്ടിട്ടില്ലേ? അവൻ്റെ മുമ്പിൽ മുട്ടുകുത്തി വണങ്ങി ആരാധിച്ചു. തുറഞ്ഞ് മുറിച്ച കഷ്ണങ്ങൾ ചേർത്ത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, ഒരു കഷ്ണമോ 2 കഷ്ണമോ ചേർത്ത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറയുക, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ, ദൈവ കുഞ്ഞാട് വരുന്നതിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന ഭാഗ്യവാന്മാർ. ഈ കുഞ്ഞാടാരാ? സ്വർഗത്തിലെ കുഞ്ഞാടാ. സ്വർഗത്തിലെ കുഞ്ഞാടാരാ? മരിച്ചവനെങ്കിൽ ഉയർത്തെഴുന്നേറ്റവൻ. ഉയർത്തെഴുന്നേറ്റവൻ്റെ അടയാളം എന്താ? ശരീരത്തിൽ മുറിവ്. അപ്പോൾ മുറിച്ച് ഉയർത്തിയിരിക്കുന്ന അർത്ഥം എന്താ? ഉദ്ധിതനായ ഈശോ. കുർബാന സ്വീകരണം എന്തായിരിക്കാം? ഉയർത്തെഴുന്നേറ്റ യേശുവിനെ സ്വീകരിക്കാൻ. എത്ര ആദരവുണ്ട് കുർബാന സ്വീകരണത്തിന്. ചുമ്മാ കൈനീട്ടി ചിരിച്ചോണ്ട് വരുന്നുണ്ട്. ചിരിച്ചോണ്ടേ പറ്റുമോ? ക്രൈസ്തവനെ കൊണ്ട് പറ്റത്തില്ല. യഥാർത്ഥത്തിൽ കുർബാന എന്താണെന്നറിഞ്ഞവൻ കുർബാനയിൽ ഉദ്യതനായ മഹത്വപൂർണനായ കർത്താവിനെ ആശ്ചര്യഭരിതരാകും, അത്ഭുത പരിഭ്രാന്തരാകും. ഉദ്യതനെ കണ്ടുകൊണ്ട് അവൻ്റെ മുമ്പിൽ ആരാധിക്കാൻ. അനേകം മക്കൾ മുട്ടുകുത്തി കുർബാന സ്വീകരിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. മുട്ടുകുത്തി കുർബാന സ്വീകരിക്കുന്നുണ്ട്. വേൾഡ് യൂത്തിലെ പങ്കെടുക്കാൻ പോയപ്പം ഞാൻ കണ്ട അനേക യുവജനങ്ങൾ അതിൻ്റെ മുമ്പിൽ വന്ന് മുട്ടുകുത്തി നമസ്കരിച്ചതിന് ശേഷം കുർബാന സ്വീകരിക്കുന്നു. യൂറോപ്യൻസ് മുട്ടുകുത്തിയൊന്നും ആരാധിക്കേണ്ട മക്കളെ, അതിൻ്റെ മുമ്പിൽ തലകുനിച്ചൊന്ന് വണങ്ങാൻ,
ഒരാൾ സ്വീകരിക്കുമ്പോൾ തൊട്ട് പുറകിലിരിക്കുന്ന ആളൊന്നും തിക്കും തിരക്കും കൂട്ടാതെ നിങ്ങളിങ്ങനെ ഇന്നെങ്ങനെയാണ് നിരന്ന് നിൽക്കുകയല്ലേ ഇങ്ങനെ ചരിഞ്ഞ് എൻ്റെ ഇടയിൽ കൂടെ കൈ നീട്ടുക 10-25 പേരുടെ പുറകിൽ നിന്ന് ഇത് തന്നേരെന്ന് പറഞ്ഞു. ഒരു പൊടിയിൽ പോലും ഉദ്യതനായ ഈശോ ഉണ്ട്. ഒരു പൊടിയിൽ പോലും ആ കൈ പറ്റിയത് ശ്രദ്ധിക്കാതെ പോയിട്ടില്ലേ? എത്ര അലക്ഷ്യമായിട്ടാണ് കുർബാന സ്വീകരിച്ചിരിക്കുന്നത്. ചെയ്യരുതും. ഈശോ കൊച്ചു ത്രേസ്യ പറയുന്ന വാക്ക് പറഞ്ഞ് തീർക്കുകയാണ്. ഒരു തുള്ളി വെള്ളം ആഴിയിൽ വീണ് കഴിഞ്ഞാൽ അല്പസമയം കൊണ്ട് അലിഞ്ഞ് ആഴിയായി മാറുന്നത് പോലെ കുർബാന സ്വീകരിച്ചു കഴിഞ്ഞാൽ ഞാൻ യേശുവിൽ അലിഞ്ഞുയിരുന്നു, പിന്നെ ഞാനില്ല. ഇത് തന്നെ ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ ദ സ്പിരിറ്റ് ഓഫ് ദ ലിറ്ററേച്ചർ എന്ന പുസ്തകത്തിൽ കേവലം ഒരു വസ്തുവല്ല, ഉദ്യതനായ ഈശോ തന്നെ. കുർബാന സ്വീകരണമെന്ന് പറഞ്ഞാൽ വസ്തുസമാനമായ ദാനം ആഹരിക്കലല്ല. അതായത് ഒരു വ്യക്തിയിലേക്ക് മറ്റൊരു വ്യക്തി കടന്നു വരുന്നു, എന്നിലേക്ക് പ്രവേശിക്കുന്ന അവിടുന്ന് തൻ്റെ സമക്ഷം സമർപ്പിക്കാൻ ക്ഷണിക്കുന്നു. ഇതുമൂലം സ്ലീഹായുടെ വാക്കുകൾ പൂർണ്ണമാകുന്നു. ഇനിമേലിൽ ഞാനല്ല ജീവിക്കുന്നത്, എന്നിൽ ക്രിസ്തു ജീവിക്കുന്നു. എന്നിൽ ആര് ജീവിക്കുന്നു? അപ്പോൾ കുർബാന സ്വീകരണം എന്താ? ഉയർത്തെഴുന്നേറ്റ യേശുവിലുള്ള ജീവിതമാണ്. നമ്മൾ യേശു ഒന്നായിത്തീരും. നമ്മളെ കാണുന്നൊരു ഈശോയെ കാണും. കുർബാന സ്വീകരിച്ചിട്ട് വീട്ടിലോട്ട് പോയാൽ നിങ്ങളിൽ എത്ര പേരെ ഈശോ ഉണ്ടെന്ന് മറ്റുള്ളവർക്ക് തിരിച്ചറിയാൻ പറ്റി? നിങ്ങൾ പ്രവർത്തിക്കുന്ന പ്രവർത്തനമുണ്ട്. കോളേജിലാകാം, സ്കൂളിലാകാം, ജോലി സ്ഥലങ്ങളിലായിരിക്കാം. നിങ്ങളിൽ ഈശോ ഉണ്ടെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലായോ? നിങ്ങൾ യഥാർത്ഥത്തിൽ കുർബാന അനുഭവിച്ച് നല്ല കുമ്പസാരം നടത്തി കുർബാന സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഈ രാത്രി മുതൽ നിങ്ങളുടെ ജീവിതം അത്ഭുതകരമായ മാറ്റമായിരിക്കും. സമാപന ആശീർവാദം സ്വീകരിച്ച് ഉള്ളിൽ വന്ന ഈശോയ്ക്ക് ഏതാനും മിനിറ്റ് നേരം നന്ദി പറഞ്ഞ് അവിടുത്തെ ആരാധിച്ചിട്ട് വേണം ദേവാലയം വിട്ട് പുറത്തേക്ക് പോകാൻ. നമ്മളെ കാണുന്നവർ ഈശോയെ കാണും. യോഗ്യതയില്ലാതെ കാപട്യത്തോടെ മറ്റുള്ളവരെ കാണിക്കാൻ വിശ്വാസമില്ലാതെ നീ കുർബാന സ്വീകരിച്ചാൽ നിൻ്റെ നാശമായിരിക്കും. യോഹന്നാൻ 13:27 അപ്പക്കഷ്ണം സ്വീകരിച്ചതിനെ തുടർന്ന് സാത്താൻ അവനിൽ പ്രവേശിച്ചു. അന്ത്യത്താഴ വേളയിൽ ഇതെൻ്റെ ശരീരമാകുന്നു, രക്തമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യേശു 12 അപ്പോസ്തലന്മാർക്ക് കൊടുത്തു. അതിലൊരാൾ യേശുവിൽ വിശ്വാസമില്ലാത്തവനായിരുന്നു, കാപട്യമുള്ളവനായിരുന്നു. എന്തുപറ്റി? സാത്താൻ അവനിൽ കയറി. തിരിച്ച് സംഭവിക്കും കേട്ടാ. അതുകൊണ്ട് ആലോചിച്ചിട്ട് വിശുദ്ധ മേശയെ നീ സമീപിച്ചാൽ മതി. കാണിക്കാൻ വേണ്ടി, നീ മറ്റുള്ളവരെ പ്രദർശിപ്പിക്കാൻ വേണ്ടി അനുതാപമില്ലാതെ സംസാരിക്കാൻ പോകരുത്. അനുതാപമില്ലാതെ നല്ല ഏറ്റുപറച്ചിൽ നടത്താതെ കുർബാന സ്വീകരിക്കരുതും. ഗുണത്തിന് പകരം ദോഷം ഉണ്ടാക്കും. കണ്ണടയ്ക്കാൻ, കൈപിടിക്കാം. കഴിഞ്ഞ നാളുകളിൽ വിശുദ്ധ മേശയോട്, ഈ വിശുദ്ധ ബലിയോട്, ദിവ്യകാരുണ്യത്തോട് നമ്മൾ കാണിച്ചിട്ടുള്ള അപമാനങ്ങൾക്ക്, ആദരവ് കേടിന്, വില കൽപ്പിക്കാതിരുന്നതിന് മാപ്പപേക്ഷിക്കുക.